നമസ്കാരം. ചിലർ പറഞ്ഞ കേട്ടിട്ടില്ലേ, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയാണ്, എൻ്റെ ഹസ്ബൻഡ് കുറ്റപ്പെടുത്തുന്നു, എൻ്റെ മദറിൻലോ കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ സഹോദരങ്ങൾ കുറ്റപ്പെടുത്തുന്നു, അമ്മ കുറ്റപ്പെടുത്തുന്നു, ഭർത്താവ് കുറ്റപ്പെടുത്തുന്നു, ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നു നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. പക്ഷേ അതിനൊന്നും ഒരു സൊല്യൂഷനില്ല. അവരിങ്ങനെ ജീവിതത്തിൽ ഈ ദുഃഖങ്ങൾ കേട്ടിങ്ങനെ ജീവിക്കുകയാണ്. കാരണം കുറ്റപ്പെടുത്തൽ കഴിഞ്ഞിട്ട് അവർക്ക് വേറൊരു സമയവും കേൾക്കാനില്ല അല്ലേ. ആരും ഇഷ്ടപ്പെടുന്നില്ല, എല്ലാവർക്കും എന്നെ വെറുപ്പാ, ഇങ്ങനെയൊക്കെ പറയുന്നവരെ നമ്മൾ കേട്ടിട്ടില്ലേ. നമ്മളൊരു കാര്യം ചിന്തിക്കണം, നമുക്ക് ആരെയും നന്നാക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം അതാ. കാരണം എല്ലാവരോടും നമുക്ക് ഉപദേശിക്കാനും സാധിക്കില്ല. കാരണം നമ്മുടെ ഭർത്താവിൻ്റെ അമ്മേനെയോ അച്ഛനെയോ ഒന്നും നമുക്ക് ഉപദേശിച്ചൊന്നും ആരെയും നന്നാക്കാൻ നമുക്ക് സാധിക്കില്ല. അവർക്ക് സ്വയം തോന്നണം നന്നാകണമെങ്കിൽ, ഇല്ലേ. പക്ഷേ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാമല്ലോ, ഇല്ലേ. നമ്മളെ ഇഷ്ടപ്പെടാമല്ലോ. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റില്ലേ. അതിലെന്തെങ്കിലും അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നിങ്ങനെ ചിന്തിക്കുക. കുറ്റപ്പെടുത്താൻ എളുപ്പമുണ്ട്, പക്ഷേ അതിനൊരു പരിഹാരം കണ്ടെത്താൻ ഇച്ചിരി പാടാണ് അല്ലേ. പലരും അനുഭവിക്കുന്ന ഒരു വ്യതയാണ്. ഒത്തിരി സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്, പുരുഷന്മാരും ഉണ്ട്. ഭാര്യമാരുടെയും അച്ഛൻ്റെയും അമ്മായിയമ്മയുടെയും ഒക്കെ കുറ്റപ്പെടുത്തൽ കേൾക്കുന്ന, സഹോദരങ്ങളുടെയും അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ കുറ്റപ്പെടുത്തൽ കേൾക്കുന്ന ആണുങ്ങളും ഉണ്ട്. പക്ഷേ അവർക്ക് ഒന്നും ഒരു പരിഹാരവും ഇല്ലാണ്ട് അവരിങ്ങനെ മാനസികമായിട്ട് വിഷമിച്ചുകൊണ്ട് നടക്കുക ചെയ്യുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കുക, നമ്മളിൽ എന്തെങ്കിലും കുറവുകളാണോ, നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കുക. അത് എന്തെങ്കിലും എന്താ പരാജയത്തിൻ്റെ കാരണം, അല്ലെങ്കിൽ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ ആദ്യം ചിന്തിച്ച ശേഷം അതിൽ നിന്ന് ഒരു പോംവഴി കണ്ടെത്താൻ ശ്രമിക്കുക. അതല്ലേ വേണ്ടത്. അല്ലാതെ നമ്മൾ അവർ പറയുന്ന, അല്ലെങ്കിൽ അവരെ വിളിച്ച് നമുക്ക് ചോദിക്കാം, അവരോട് ചോദിക്കുക ഇതെന്താണ് കാരണം എന്ന് നമ്മൾ സൗമ്യമായിട്ട് ചോദിക്കുക. അല്ലെങ്കിൽ നമുക്ക് രഹസ്യമായിട്ട് അവരെ വാച്ച് ചെയ്യുക. അവരിൽ എന്തൊക്കെയുണ്ട് ഗുണഗണങ്ങൾ, ആ ഗുണഗണങ്ങളിൽ കണ്ടിട്ട് എന്താണ് ദോഷങ്ങൾ, നമ്മുടെ ഭാഗത്തു നിന്നുള്ള ദോഷങ്ങളാണോ അവരെ ബാധിക്കുന്നത് എന്നിങ്ങനെ ചിന്തിക്കുക. ഗുണഗണം കണ്ടെത്താൻ എളുപ്പമാണ്. കാരണം നമ്മുടെ ഭർത്താവാണെങ്കിൽ നമ്മളോട് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. അമ്മായിയപ്പനാണെങ്കിൽ നമ്മൾ ആ വീട്ടിലാണെങ്കിൽ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, എന്തിലാണ് അവർക്കൊരു പരാതി വരുന്നത് എന്നിങ്ങനെ നമ്മൾ ചിന്തിച്ച് നോക്കുക. അതിൽ നമ്മൾ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും മോശങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അത് തിരുത്തുക. ഇത് ഒന്നുകൊണ്ടും രക്ഷയില്ലെങ്കിൽ നമ്മൾ സ്വയം ചിന്തിക്കുക. എന്തുകൊണ്ട് അവരോട് ചോദിക്കുക, എൻ്റെ ഭാഗത്തു നിന്ന് എന്താ തെറ്റുണ്ടായത്, അതെവിടെയാണ് ഞാൻ തിരുത്തേണ്ടത് എന്നിങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ടും രക്ഷയില്ലെങ്കിൽ നമ്മൾ വേറെ താമസിക്കുകയായിരിക്കും നല്ലത്. അത് എളുപ്പമുണ്ട് പറയാൻ, അത്ര ഈസിയുള്ള കാര്യമൊന്നുമില്ല. വേറെ താമസിക്കുക എന്നൊക്കെ പറയുന്നത് ഒത്തിരി കാശ് മുടക്കുള്ള കാര്യങ്ങളാണ്, ഒത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. എങ്കിലും അല്ല, ഒത്തിരി പ്രശ്നങ്ങളാകുമ്പോൾ നമുക്ക് അതിലെ മാർഗ്ഗമുള്ളൂ ഇല്ലേ. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുക. പിന്നെയുള്ളതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കഥ പറഞ്ഞു കേൾപ്പിക്കാം. ഒരിടത്തൊരു കർഷകനുണ്ടായിരുന്നു, നല്ല കർഷകൻ, നന്നായിട്ട് കൃഷി ചെയ്യുന്ന ഒരു കർഷകനുണ്ടായിരുന്നു. അയാൾ കൃഷി ഇങ്ങനെ ചെയ്ത് നല്ല ഇഷ്ടംപോലെ വിളവൊക്കെ ഉണ്ടാക്കി, ഇഷ്ടംപോലെ ലാഭം ഉണ്ടാക്കി, അത് കച്ചവടം നടത്തി ഇങ്ങനെ വിറ്റ് അയാൾ ജീവിക്കുമായിരുന്നു, കൃഷി ചെയ്ത സാധനങ്ങളൊക്കെ. അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഇയാളിങ്ങനെ ടൗണിൽ പോയി സാധനങ്ങളൊക്കെ വിറ്റ ശേഷം തിരിച്ചു വരുമ്പോൾ ഒരു 3 പേര് കൂടി നിന്ന് സംസാരിക്കുന്ന അയാൾ കേൾക്കുന്നു. അപ്പം അവർ സംസാരിക്കണ ഇയാളെക്കുറിച്ചാണ്. ഇയാൾക്കൊരു സംശയം തോന്നി. അപ്പോൾ ഇയാൾ ഒളിച്ചു നിന്ന് കേട്ടപ്പം ഇയാളെക്കുറിച്ച് തന്നെയാണ്. അയാൾ ഒരു ഗുണമില്ലാത്തവനാണ്, അയാളുടെ കാര്യം നോക്കുന്നതാണ്, സ്വാർത്ഥനാണ്, അയാൾക്ക് മറ്റുള്ളവർക്കൊന്നും ഉപകാരം ചെയ്യില്ല എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇയാൾക്ക് സങ്കടമായി. കാരണം അവർക്കൊക്കെ ഒത്തിരി സഹായങ്ങൾ ചെയ്ത് പുള്ളിയായത്. കാരണം സാധനങ്ങളൊക്കെ വില കുറച്ച് കൊടുക്കുക, എന്ത് നാട്ടുകാരാണല്ലോ എന്നോർത്തുകൊണ്ട് അവരോട് ഒക്കെ സ്നേഹം കാണിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അവർക്കൊന്നും അതൊരു സ്നേഹമായിട്ട് തോന്നിയില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം ഇയാൾ ചിന്തിച്ചു, വേറെ കുറച്ചുകൂടെ പോയപ്പോൾ കുറച്ച് പേര് നിൽക്കണം കണ്ടപ്പോൾ ഇയാളുടെ ചിന്ത വന്നു, ഇയാളെക്കുറിച്ച് തന്നെ അവരും പറയുന്നതെന്ന്. അപ്പോൾ അയാൾ ഓർത്തു, എല്ലാവരും എന്നെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുകയാണല്ലോ, ഇനി എന്നെ ചെയ്യും എന്നോർത്തുകൊണ്ട് ഇയാളുടെ കൂട്ടുകാരനോട് എന്ന് പറയുന്നു, എന്നെ എല്ലാവരും കുറ്റം പറയുകയെന്ന്. കൂട്ടുകാരൻ പറഞ്ഞു, ഒരു ഗുരുവുണ്ട്, ആ ഗുരുവിൻ്റെ അടുത്ത് പോയി നമുക്ക് ചോദിക്കാം. അപ്പം ഗുരു എന്നാ പറയണേന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം. ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുന്നു, ഗുരുവിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പോൾ ഗുരു പറഞ്ഞു, നീ ഇന്നിവിടെ കിടക്ക്, നാളെ നമുക്കിതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയുന്നു. അന്ന് രാത്രി അയാൾ അവിടെ കിടക്കുന്നു. അപ്പോൾ ആശ്രമത്തിൻ്റെ തൊട്ടടുത്തൊരു കുളമുണ്ട്, ആ കുളത്തിൽ നിറച്ച് തവളയായിരുന്നു. കുറേ തവളകൾ ഇങ്ങനെ കരയണ ഒച്ച. ഇയാൾക്ക് രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇയാൾ എണീറ്റ് ചെന്ന് ഗുരുവിൻ്റെ അടുത്ത് വയ്ക്കും. ഗുരു നല്ല ഉറക്കും. അപ്പം ഇയാൾ ഗുരുവിനോട് ചോദിച്ചു, ഗുരുവെ എങ്ങനെ കിടന്ന് ഉറങ്ങണത് ഈ തവളകളുടെ ഒച്ച കേട്ടിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, നാളെ ഇതിന് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ എണീറ്റു. ഈ തവള പിടുത്തക്കാരെ ഒരു 5-6 പേരെ കൊണ്ടുവന്ന് കുളത്തിലെ തവളേനെ എല്ലാം വാരിക്കളഞ്ഞു.
അപ്പം നോക്കിക്കഴിഞ്ഞപ്പം തവളേനെ പിടിച്ചോണ്ട് വന്ന് 5-6 പേര് കൂടി പിടിച്ചത് ആകെ 10-20 തവളയേ ഉള്ളൂ. അപ്പോൾ ഇയാൾ പറയാണ്, ഞാൻ കേട്ടപ്പോൾ 1000 തവളയുടെ ഒച്ചയല്ല എനിക്ക് തോന്നിയത്, എനിക്ക് മൊത്തം അസ്വസ്ഥതയായിരുന്നു തവളകളുടെ ഒച്ച കേട്ടിട്ട് എന്ന് ഇയാൾ പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, ഇത് തന്നെയാണ് നിൻ്റെ പ്രശ്നവും. 1-2 പേര് പറയുന്നത് കേട്ടിട്ടാണ് നീ ഒത്തിരി പേര് എന്നെക്കുറിച്ച് കുറ്റം പറയുന്നതാണ് നീ വിചാരിക്കുന്നത് എന്ന്. ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മളെക്കുറിച്ച് എല്ലാവരും മോശമായിരിക്കുമ്പോൾ പെരുമാറുന്നതെന്ന്. നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും കാണുമെന്ന് ഈ ലോകത്ത്, ഇല്ലാതെ ഒന്നുമില്ല. നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും ആരെങ്കിലുമൊക്കെ നമ്മളെ സ്നേഹിക്കുന്നവർ കാണും. എല്ലാവരും ഒന്നും നമ്മളെ കുറ്റം പറയുന്നവരായിരിക്കില്ല. അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. എല്ലാവരും മോശക്കാരുമല്ല ഈ ലോകത്ത്, ഇല്ലേ? അപ്പം കുറ്റം പറയുന്നവർ അതവരുടെ രീതിയാണ്. അവർക്കതങ്ങനെ ഒരു നെഗറ്റീവ് നേച്ചർ ഉള്ളവരാണ്. അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് മൈൻഡ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്വഭാവം, ഇല്ലേ? നമ്മളതിനെ മൈൻഡ് ചെയ്യേണ്ട. നമ്മളതിനെ ഉള്ളിലേക്ക് എടുക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ആ സമയത്ത് നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ ചെയ്ത് ദൈവവിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുക. അതാ വേണ്ടത്. അല്ലാതെ നമ്മൾ അവരെ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരിക്കലും നമുക്ക് നന്നാക്കാൻ സാധിക്കില്ല. ആരെയും നന്നാക്കാൻ നമുക്ക് സാധിക്കില്ല. നമുക്ക് ആകെ പറ്റുന്നത് നമ്മളെ മാത്രം നന്നാക്കാനേ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ, കുറ്റങ്ങളുണ്ടോ, അത് നമ്മൾ തിരുത്തുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അല്ലാതെ മറ്റുള്ളവരെ ഒരിക്കലും നമുക്ക് നന്നാക്കാൻ സാധിക്കുകയില്ല. എല്ലാ വീടുകളിലും ഉണ്ട് കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും ഇതൊക്കെ. അപ്പം നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മളെ സ്നേഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ലോകത്തുണ്ടല്ലോ. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ സ്വയം സ്നേഹിക്കാൻ പഠിക്കുക. നമ്മളൊരു പൊട്ട് കുത്തുന്നതിലോ ഒരു കണ്ണെഴുതുന്നതിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിലോ എന്തെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് നമ്മൾ സന്തോഷം കണ്ടെത്തുക. മറ്റുള്ളവരിലേക്ക് നമ്മൾ തലവെച്ച് കൊടുക്കാതെ അവരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കി ജീവിച്ചു നോക്കി നമുക്കൊരു സന്തോഷം ഉണ്ടാകും. ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഒരു നല്ല മരുന്നാണ് ഇതിന്. ഏത് കാര്യത്തിനാണെങ്കിലും പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും കേട്ടോ. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. ദൈവത്തിന് ഇവരെല്ലാം നമ്മളോട് ആരെതിരിടുന്നോ അവരെ ദൈവത്തിലേക്ക് സമർപ്പിച്ചേക്കുക. അല്ലാണ്ട് നമ്മൾ അവരെ കൈകാര്യം ചെയ്യാൻ നോക്കണ്ട. നമ്മളെ അവരെ അവഗണിക്കുക എന്ന് പറയുമ്പം അവരെ മുഖത്തടിച്ച് കണക്ക് പറയുന്നതൊന്നുമല്ല. അവർ പറയുന്ന വല്ലതും ഉണ്ടെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറച്ച് നാളായി കഴിയുമ്പം അവർക്കും ഒരു തോന്നലുണ്ടാകും, നമ്മളുടെ അടുത്ത് അതൊന്നും ഏൽക്കണില്ല എന്നുള്ള ചിന്ത. അപ്പോൾ പിന്നെ അവർ സ്വാഭാവികമായിട്ട് നമ്മളോട് അടുത്തുനിന്ന് പതുക്കെ മാറിക്കോളും. എല്ലാ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. എല്ലാവരും നന്നാക്കിയിട്ടൊന്നും ജീവിതം മുന്നോട്ട് പോകില്ല. നമുക്ക് നന്നാക്കണമെങ്കിൽ കുറേ ജനങ്ങളെ നന്നാക്കേണ്ടതായിട്ട് വരും. അത് സാധിക്കില്ല നമ്മളെ കൊണ്ട്, ഇല്ലേ? നമ്മൾക്ക് സ്വയം നന്നാകാനല്ലേ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് നമ്മൾ സ്വയം നന്നാകുക. അതാ വേണ്ടത്. എല്ലാ വീട്ടിലും ഉണ്ട് ഈ കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും പരാജയങ്ങളും വിഷമങ്ങളും ഒക്കെ എല്ലാവരും ജീവിതത്തിൽ അനുഭവിക്കുന്നതാണ്. അത് ഒരു 20 വയസ്സ് കഴിഞ്ഞ കുഞ്ഞുനാൾ തൊട്ട് അനുഭവിക്കുന്നവരുണ്ട്, പിന്നെ വലുതായി കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് അനുഭവിക്കുന്നവരുണ്ട്. അപ്പം ഇതൊക്കെ എല്ലാവർക്കും തന്നെ ഉള്ളതാണെന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ചിന്തിക്കുക. അതൊരു വിഷമമായിട്ടുള്ളിൽ വെച്ച് താലോലിച്ചുകൊണ്ടിരിക്കാതിരിക്കുക. നമ്മളിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ച് നോക്കി നമുക്കിഷ്ടമുള്ളൊരു മാർഗം. ഇവരെ ഒന്നും നന്നാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട, അവരവരുടെ വഴിക്ക് പോട്ടെ എന്ന് വെച്ചിട്ട് നമുക്ക് നമ്മുടേതായ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുക. അതാ വേണ്ടത്. അത് തന്നെയാണ് ആ തവളയുടെ കഥ അത് തന്നെയാണ്. ആ കർഷകൻ്റെ കഥ. തവളേനെ എല്ലാത്തിനെയും പിടിച്ചു കഴിഞ്ഞിട്ടും അയാൾക്ക് സമാധാനമില്ല. ആകെ 10-20 തവള വെച്ചെടുത്തതിന് അതിൽ ലക്ഷങ്ങൾ അല്ലെങ്കിൽ 1000 തവളയുണ്ടായിരുന്നു എന്ന് അയാൾ വിചാരിച്ചത്. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. എല്ലാവരും നമ്മളെക്കുറിച്ച് മോശമായിരിക്കില്ല പറയണേ. അത് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മളെക്കുറിച്ച് നല്ലത് പറഞ്ഞാലും നമ്മൾ കാണുന്ന കണ്ണിൻ്റെ കുഴപ്പങ്ങളും കൂടെ ഉണ്ട്. എല്ലാവരും നമ്മളെ മോശമായിരിക്കും, എല്ലാവരും നമ്മളെ മോശമായിട്ടാണ് കാണുന്നത്, എല്ലാവരും എനിക്കെതിരാ എന്നിങ്ങനെ നമ്മൾ കാണുന്നത് കൊണ്ടുള്ള കുഴപ്പങ്ങളാണ്. അതുമാത്രം നമ്മളൊന്ന് മാറ്റിയെടുത്താൽ മതി. നമ്മുടെ ജീവിതം സന്തോഷമാകും. നമ്മുടെ ആ കൊച്ചു ജീവിതമുള്ളൂ, അത് സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക. അതുമാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിലൊരു എന്നാ പറയണേ, പോസിറ്റീവ് മൈൻഡോടെ ഇരിക്കുക. പോസിറ്റീവ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്നാ, നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെടുന്നതിനാണ്, നമുക്ക് നല്ല കാര്യങ്ങൾ കേൾക്കുന്നതിന്, നമ്മൾ നല്ല കാര്യം ചെയ്യുന്നതിന്, നല്ല പാട്ടൊക്കെ പാടി നമ്മുടേതായ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ നടന്നു നോക്കിക്കേ. കുറച്ച് ദിവസം കൊണ്ട് അത് നമ്മൾ പ്രാക്ടീസായി വരും. ആദ്യമേ തന്നെ ഒന്നും നമുക്കത് ശരിയായി എന്ന് വരില്ല. ഇതെന്നെ പറഞ്ഞാൽ അതൊന്നും ശരിയാവില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ കുറച്ച് ദിവസം നമ്മളെ മനസ്സിനെ മെഡിറ്റേഷനൊക്കെ പഠിക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടം പോലെയുണ്ട് യൂട്യൂബിലൊക്കെ മെഡിറ്റേഷൻ ചെയ്യുന്നത്. രാജയോഗ മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് ബ്രഹ്മകുമാരീസിൻ്റെ അടിപൊളി സാധനങ്ങളാണ്. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. നമുക്ക് ഒത്തിരി മാറ്റം വരുത്തും. നമുക്ക് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ദിവസവും മാറ്റി വെച്ച് നോക്കി നമ്മുടെ ജീവിതം മാറി മറിയുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റും.
അപ്പം നമുക്ക് ഈ കുറ്റപ്പെടുത്തലോ ഒറ്റപ്പെടുത്തലോ പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കുക. അതിനൊന്നും കേൾക്കണ്ട. നെഗറ്റീവ് മാത്രം പറയുന്നത്. എനിക്ക് ഇന്നലെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു കൊച്ചു പറഞ്ഞേക്കുന്നത് നെഗറ്റീവ് മാത്രമേ അമ്മായിയമ്മ പറയുള്ളൂ, എന്ത് പറഞ്ഞാലും മടുത്തു എന്ന്. നമ്മളത് മൈൻഡ് ചെയ്യണ്ട, എടുത്ത് ദൂരെ കളഞ്ഞേക്കുക. അവർ പറയാനുള്ള അവർ പറഞ്ഞിട്ട്, അവരുടെ കൾച്ചർ അതാണ്, അവരുടെ ജീവിത സാഹചര്യം അതാണ്, അവർ ആ സംസ്കാരത്തിൽ വളർന്നവരാ എന്നിങ്ങനെ മാത്രം വിചാരിച്ചാൽ മതി. ഓരോരുത്തരും അവനവൻ്റെ ജീവിത പാരമ്പര്യമാണ് ഓരോരുത്തരും കാണിക്കുന്നത്, ഇല്ലേ? പോര് കുത്തുന്നതും ഒക്കെ പരമ്പരാഗതമായിട്ട് ഓരോരുത്തരും എടുക്കുന്ന സ്വഭാവത്തിൻ്റെ ഭാഗം. അതിനൊന്നും ആർക്കും നന്നാക്കാൻ സാധിക്കില്ല. നമ്മളായിട്ടങ്ങ് മാറിയേക്കുക, നമ്മളെ അടുത്തേക്ക് ഇത് ബാധിക്കില്ല എന്ന് നമ്മളങ്ങ് വെച്ചേക്കുക. അതാ വേണ്ടത്. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പം നമ്മളെ തന്നെ മാറ്റി വെച്ചേക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കാതിരിക്കുക. നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ സന്തോഷം കണ്ടെത്തി മറ്റുള്ളവരെന്ത് പറഞ്ഞു എന്ന് നമ്മളെ ബാധിക്കുകയേ ചെയ്യരുത്. സന്തോഷത്തിൽ മാത്രം ഇരിക്കുക. ഏത് സമയം ഹാപ്പിയായിട്ട് പുഞ്ചിരിച്ചോണ്ടിരിക്കുക. എല്ലാത്തിനും ഒരു മറുമരുന്നായിട്ട് പുഞ്ചിരി വെച്ചേക്കുക. എല്ലാവരുടെയും നേരെ ഒരു പുഞ്ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.